ചെറിയച്ഛ, അച്ഛൻ എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത്? അച്ഛൻ പോട്ടെ. മോന് ചെറിയച്ഛനുണ്ടല്ലോ. മോൻ എന്ത് വേണമെങ്കിലും ചെറിയച്ഛനോട് പറഞ്ഞാൽ മതി. അവന് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല ഗോപി. അപ്പോ അച്ഛൻ അപ്പൂനെ അമ്മയും കാണാൻ വേഗം വരില്ലേ? ഇല്ലേ ഗോപി? അതെ. വാ, അമ്മ ചോറ് തരാം. ആ ഗോപി, ഏട്ടൻ ആ വലിപ്പിൽ കുറെ കാശെടുത്തു വെച്ചിട്ടുണ്ട്. നാളെയെങ്കിലും സ്വർണ്ണം എടുക്കണം. മറ്റന്നാളല്ലേ കല്യാണം. നീ ഇങ്ങനെ മന്ദനായിരുന്ന പറ്റില്ല. വാ. സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്ക് പെട്ടതുപോലെ അല്ലോ ഈശ്വര. എങ്ങനെയൊക്കെ അഭിനയിക്കണം എന്നാ എല്ലാരും വിളിച്ച് പറയും ഏട്ടൻ വണ്ടി കയറി ചതഞ്ഞു മരിച്ചു. ഗോപിയേട്ടാ, രാധയുടെ കല്യാണമെങ്കിലും നടക്കണ്ടേ? നിശ്ചയിച്ച മുഹൂർത്തത്തിന് നടന്നില്ലെങ്കിൽ അയാളുടെ അച്ഛന്റെ സ്വഭാവം അറിയാലോ. പിന്നെ ഇത് നടക്കും തോന്നുന്നുണ്ടോ? ഇത് നടന്നില്ലെങ്കിൽ രാധ എങ്ങനെ സഹിക്കും? ഞാനിതെങ്ങനെ സഹിക്കും? സഹിക്കണം. ഏട്ടന് വേണ്ടി. ഏട്ടന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നില്ലേ രാധയുടെ വിവാഹം? അത് നടക്കണം. നമ്മുടെ അവസ്ഥയോർത്ത് ഏട്ടന്റെ ആത്മാവ് കരയുന്നുണ്ടാവും. നോക്കൂ, ഇത് നന്നായിട്ടില്ലേ? ഇത് കൊള്ളില്ലേ അമ്മേ? എന്ത് കാണിച്ചാലും ഇങ്ങനെ കൂടിമായി. ഗോപേട്ട, ഹരികുമാർ സാറിന് വിവരം അറിയിക്കണ്ടേ? വേണം. ഇനി എപ്പോഴത്? വൈകിയ സാറ് ബോഡിയും കൊണ്ട് ഇങ്ങോട്ട് വരും. ഞാൻ എങ്ങനെ അറിയിക്കും? എന്ത് കാരണം പറഞ്ഞു പോകും? കാരണമൊക്കെ ഞാൻ ആലോചിച്ച് പറഞ്ഞോളാം. ഉടനെ പോണം, അല്ലെങ്കിൽ അപകടമാണ്. ഈ കാശ് അമ്മമ്മയുടെ കൊടുത്തേക്ക്. ഞാൻ വീട്ടിലെത്തിക്കോളാം. സാർ, എടുത്തു. മരുന്നൊഴിച്ച് പാക്ക് ചെയ്യാൻ അഴുകിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് സാർ. എന്തു പറ്റി? വീട്ടിലെല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. ഏട്ടൻ്റെ കത്ത് വന്നു. മരണത്തിന് മുമ്പ് എഴുതിയൊരു കത്ത്. ഒരു തീർത്ഥാടനത്തിന് പോകുന്നു എന്നാണ് കത്തിൽ. വീട്ടിലെല്ലാവരും അതറിഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ്. നാളെയാണ് അനിയത്തിയുടെ വിവാഹം. അത് ഏട്ടൻ്റെ ഏറ്റവും വലിയ ആശയായിരുന്നു. എനിക്കിത് പറയാൻ കഴിഞ്ഞില്ല. നന്നായി. ആ ധാരണ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. നിശ്ചയിച്ച വിവാഹം നടക്കട്ടെ. മരിച്ചവർ ഭാരം ഒഴിഞ്ഞു പോയി. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ചത് നന്നായി. ഇപ്പോൾ ഏട്ടൻ്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഓ, അതൊരു പ്രശ്നമാണല്ലോ. പാക്കിംഗ് വരെ കഴിഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെ വേണ്ടെന്ന് പറയാ? വേണ്ടെന്നല്ല, വേണം. ഏട്ടൻ ഉദകക്രിയകളൊക്കെ ചെയ്യണം. ആചാരമനുസരിച്ചെല്ലാം നടത്തണം. ആരും അറിയാനും പാടില്ല. നമുക്ക് ഭാരതപ്പുഴയുടെ തീരത്ത് സംസ്കരിച്ചാലോ? ഞാനും അത് തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏട്ടന് വലിയ ഇഷ്ടമായിരുന്നു ഭാരതപ്പുഴ. കറികളെല്ലാം നല്ല സ്വാദായിരിക്കണം. നന്നായി ഇളക്കും. എല്ലാം ശരിയല്ലേ?
എന്തായി? സംസ്കരിച്ചു. ഇവിടെ ഭാരതപ്പുഴയിൽ. ഗോപിയേട്ടാ, തളരല്ലേ. ഗുരുവായൂർ വഴിപാട് കഴിക്കാൻ പോയിരിക്കുകയാണെന്നാ ഞാൻ പറഞ്ഞേക്കണത്. എടാ ഗോപി, ആ. നീ ഇത് എവിടെ ആയിരുന്നു? ഞാൻ അത്യാവശ്യമായിട്ടൊരു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ചെറിയമ്മ അനു മിനിയും ദേവനും ഒക്കെ വന്നിട്ടുണ്ട്. സന്തോഷം. മറ്റവനൊന്നുമില്ലേ? ഇല്ല. ഒരു കല്യാണമായിട്ട് ഇതൊക്കെ വേണ്ടേ? രാമനാഥൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അല്ല, രാമനാഥൻ സന്യാസിയായി പോയെന്ന് പറഞ്ഞ സത്യമാണോ? അല്ല നീയും അവനുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായതാണോ? എന്റെ ചെറിയച്ച ഒന്ന് പോയേ. ഈ ചെറിയച്ചന്റെ ഒരു അസൂയ. ഒന്ന് സൗകര്യമായിട്ട് സൊള്ളാനും സമ്മതിക്കില്ല. വാ ഗോപിയേട്ടാ. നീ അമ്മയുടെ മോള് തന്നെ. മോളെ വരൂ വരൂ. നല്ല ആളാ. ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? നീ എവിടെ മുങ്ങിയത്? ഞാൻ ഗുരുവായൂർ ഒരു വഴിപാടിന് പോയി. ഇവിടെ ഏട്ടനില്ലെന്ന് എനക്കറിഞ്ഞൂടെ? നീ വേണ്ട ഇവിടെ. വരണോര് എന്നോടാ ചോദിക്കണേ. രാധയ്ക്ക് എന്ത് തോന്നും? ഏട്ടനില്ലാത്തതിന്റെ കുറവ് അവൾക്ക് തോന്നാൻ പാടുണ്ടോ? നിനക്ക് എന്താ പറ്റിയത്? ഇഞ്ചി തിന്ന കുരങ്ങിനെ പോലെ ഒരു വളിച്ച മുഖം. ഏയ്, ഏട്ടത്തേക്ക് തോന്നണതായിരിക്കും. ദേ, ഗോപിയേട്ടനെ കുരങ്ങാന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ ചോദിക്കാൻ ആളുണ്ട്. പോടി എവിടെ. എന്താ ഗോപി ഇത്? വലിയ സംഗീതജ്ഞന്മാരുടെ വീടാ. കച്ചേരി പോയിട്ട് ഒരു പാട്ട് പാടാനില്ല. വാ, നമുക്കൊന്ന് കുളിപ്പിക്കണ്ടേ? എനിക്ക് നല്ല സുഖമില്ല. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ കാണായിരുന്നു. ഇവിടെ പാട്ടും ബഹളവും. ഇതിപ്പോ ഒരു ചത്ത വീട് പോലെ. നീ വാ, സുഖമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ രാധയ്ക്ക് വിഷമം തോന്നില്ലടാ. വരുന്നു. ദീദി, ഇപ്പൊ ചെയ്ത കത്തി അണഞ്ഞിട്ടുണ്ടാവില്ല. അതിനു മുമ്പ് ഞാൻ എങ്ങനെ പാടും? എനിക്ക് വയ്യ. എന്റെ നെഞ്ചും കഴുത്തൊക്കെ വലിഞ്ഞു മുറിവുന്നു. ഗോപിയെ, നിന്നെ അപ്പുറത്ത് അന്വേഷിക്കണു. ഈ പെണ്ണത്തിന് അവന്റെ പിന്നാലെ നടക്കണേ. അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലോ? അടക്കി പിടിക്കണം. ഒന്ന് തേങ്ങിപ്പോയാ പിന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല. പറ്റണില്ല, ഞാൻ തളർന്നു പോകുന്നു. ശക്തി തരാൻ ഏട്ടനോട് പ്രാർത്ഥിക്കും. ഗോപി, എല്ലാം ആയല്ലോ? ഇനി ഒന്നും ബാക്കിയില്ലല്ലോ? ഇല്ല. എന്നാ വിട്ടോ വിട്ടോ. അതങ്ങനെ മംഗളായിട്ട് കഴിഞ്ഞു. അല്ല, നമുക്ക് പോണ്ടേ? ഒരു വീടടച്ചു പോന്നിട്ട് ആഴ്ച ഒന്നായില്ലേ? പോവാം, നാളെ ആവട്ടെ. രാമൻ ഇവിടെ ഇല്ലാത്തതല്ലേ? എനിക്കും ദേവിയുടെ അഭിപ്രായമാണ്. ഇത്രയും നാൾ മൂടി വെച്ചു. ഇനി അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി എത്ര നാൾ ഞാൻ ഈ ഭാരം ചുമക്കണം? ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത എന്റെ അവസ്ഥ മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. നിന്റെ ഏടത്തി അവർക്ക് താങ്ങാനാവാത്തൊരു ഷോക്കാവില്ലേ? അവരുടെ ചോദ്യങ്ങൾക്കൊന്നിനും നമുക്ക് ഉത്തരവുണ്ടാവില്ല. പലരും നിന്നെ കുറ്റപ്പെടുത്തും. ചിലപ്പോ ക്രൂരമായ ആരോപണങ്ങൾ ഉണ്ടായെന്നും വരും. എന്താരോപണം? കൊന്നതാണെന്ന് വരെ പറയാൻ മടിക്കില്ല. കൊന്നോ? അങ്ങനെ ഉണ്ടാവാമെന്നേ പറഞ്ഞുള്ളൂ. മരണം രഹസ്യമാക്കി വെച്ച് ദഹിപ്പിച്ചതൊക്കെ പലരും സംശയിച്ചേക്കാം. കാലം അങ്ങനെയാ. ഗോപിയേട്ടനെ അറിയാവുന്നവരാരും അങ്ങനെ പറയില്ല സർ. പറയുമെന്നല്ല, പറഞ്ഞേക്കാം. ഞാൻ കുറച്ച് കടന്നു ചിന്തിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ തന്നെ പോലീസ് രേഖകളുണ്ടല്ലോ. അതൊക്കെ ഉണ്ടാക്കിയെടുത്താണെന്ന് പറഞ്ഞൂടെ? പോരാത്തതിന് എന്റെ ഇൻവോൾവ്മെന്റ് അതിനെ ബലപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോ വീട്ടിലെല്ലാവരും ഒരു പ്രതീക്ഷയുടെ ആശ്വാസത്തിലാണ്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതാ നല്ലത്. അത് മതി ഗോപിയേട്ട. ഏട്ടൻ പോയി. ഇനി അറിഞ്ഞാലെന്താ, അറിഞ്ഞില്ലെങ്കിൽ എന്താ? എന്നാലും ശേഷക്രിയകളൊക്കെ ചെയ്യണം. അപ്പൂനെ കൊണ്ട് പിണ്ണം വെപ്പിക്കണം. അല്ലെങ്കിൽ ഏട്ടന്റെ ആത്മാവിനെ മോക്ഷം കിട്ടില്ല. അതൊക്കെ ഒരു വിശ്വാസമാണ്. ആയിരിക്കാം. എന്നാലും എനിക്കത് ചെയ്യിക്കണം. അനാഥപ്രേതം പോലെ എൻ്റെ ഏട്ടന്റെ ശരീരം ആരും ഇല്ലാതെ, ആരും അറിയാതെ അടക്കി. ആത്മാവ് അനാഥമാകരുത്. അത് അരിയും നീരും തേടി അലയരുത്. അപ്പു ചോദിച്ചാൽ എന്തു പറയും? എന്തെങ്കിലും കള്ളം പറയണം. ഇത്ര നാളും കള്ളം തന്നെയല്ലേ പറഞ്ഞതും പ്രവർത്തിച്ചതും. ഇത് ഞാൻ എന്തെങ്കിലും കളവ് പറഞ്ഞ് ചെയ്യിക്കും. അവോ അസ്മാൻ മാതരശുന്ധയന്തു അവോ അസ്മാൻ മാതരസുന്ധയന്തു ഘൃതേനനോ ഘൃതക്വ പുനന്തു ഹൃദയനോ ഹൃദക്വ ഖുനന്തു. രാമനാഥൻ നാമസ്യ പിതൃപിണ്ഡം സമർപ്പയാമി.
രാമനാഥൻ നാമസ്യ പിതൃപിണ്ഡം സമർപ്പയാമി. രാമനാഥൻ നാമസ്യ പിതൃപിണ്ഡം സമർപ്പയാമി. അരിയും നീരും പൂവും പിണ്ടത്തിൽ വെച്ച് നമസ്കരിച്ചെടുത്തു. തലയിലെടുത്ത് പുഴയിലൊഴുക്കി 3 പ്രാവശ്യം മുങ്ങി വരിക. എന്താ അപ്പു? ചെറിയ നുണ പറഞ്ഞു. എന്ത്? ആരുടെ കർമ്മങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചത്? അച്ഛന്റെ. പിന്നെന്തിനാ പിതൃപിണ്ടെന്നല്ലേത് പറഞ്ഞത്? പിതൃപിണ്ടെന്ന് വെച്ചാ അച്ഛന്റെ പിണ്ടെന്നല്ലേ അർത്ഥം? എന്റെ അച്ഛന്റെ പേരും പറഞ്ഞു, രാമനാഥൻ. രാമനാഥൻ. എന്റെ അച്ഛൻ മരിച്ചു അല്ലേ? നുണ. എങ്ങനെയാ എന്റെ അച്ഛൻ മരിച്ചത്? ആരാ കൊന്നത്? ആരാ? അപ്പു കൊന്നതൊന്നും അല്ല, ഞാൻ പറയുന്ന കേക്ക്. ഒന്നും പറയണ്ട, ഒന്നും കേൾക്കണ്ട. നുണയാ, നുണയാ. അപ്പു അവിടെ നിൽക്കാൻ. അപ്പു അപ്പു പറയണതെല്ലാം സത്യമാണോ ദേവി? അമ്മേ, ഏട്ടൻ മരിച്ചെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊരു അപകട മരണം തന്നെയാണ്. പിന്നെ എന്തിനെല്ലാം ഒളിച്ചു വെച്ചു? ഞാൻ പറഞ്ഞല്ലോ, നീ പറയണതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. ഈശ്വരാ. ദേവി, അപ്പു അവൻ അച്ഛനല്ലാതാക്കിയല്ലടാ നീ. അമ്മേ, അങ്ങനെ പറയരുത് ഗോപിയേട്ട. ആരും മനസ്സിലാക്കുന്നില്ല നമ്മള്. ഏട്ടത്തി, നടന്നതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എന്റെ മോൾ എങ്ങനെ ആശ്വസിക്കും? അവള് മനസ്സൊന്നൊന്ന് ശപിച്ച നീയൊക്കെ ജീവനോടെ ദഹിക്കും. ഏത് ശാപവും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഗോപിയേട്ട, ഇപ്പൊ ആരെയും കാണണ്ട. കാരണം ഇനി ഒളിച്ചോടാൻ വയ്യ, ഇനി അഭിനയിക്കാൻ വയ്യ. ഇത്രയും വലിയ ചതി നീ ഞങ്ങളോട് ചെയ്തല്ലോടാ. മുത്തച്ഛ, ഞാൻ വേണ്ട, എനിക്ക് കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. അവന്റെ ശവത്തിൽ ചവിട്ടി നിന്നല്ലടാ നീ ഈ കല്യാണം അടിയന്തരം നടത്തിയത്. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് കൂട്ടു നിൽക്കൂ. എന്റെ രാമൻ മരിച്ചു കിടക്കുമ്പോ ഈശ്വര ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിച്ചു. എന്റെ മോനെ സമയെങ്കിലും നീ കാണിച്ചില്ലല്ലോടാ. ഉറ്റവരും ഉടയവരും ഇല്ലാത്തവനെ പോലെ, അനാഥനെ പോലെ നീ അവനെ കുഴിച്ചു മൂടിയില്ലേ? ഞാൻ എങ്ങനെ സഹിക്കും? ഞാനിതെങ്ങനെ സഹിക്കും? അയ്യോ, വേണ്ട, എനിക്കൊന്ന് കേക്കണ്ട, എനിക്കൊന്ന് കേക്കണ്ട. അമ്മേ, പോ എന്റെ മുമ്പിന്ന്. അയ്യോ,
ഇനി ഏട്ടത്തിയുടെ ഊഴം സഹിക്കാൻ ഇനി ശക്തിയുണ്ട്. ശപിക്കാം, ഏത് പാപവും ഏക്കാം. തൃപ്തിയായില്ലേ? ഇനി ഏത് വേഷം കെട്ടണം, എന്ത് അഭിനയിക്കണം? നൊന്ത് പിടയുമ്പോഴും കരഞ്ഞില്ല, ചിരിച്ചു. അണയാത്ത ചിതയിൽ ചവിട്ടി നിന്നുകൊണ്ട് പാടി, ആശിച്ചതെല്ലാം നടത്തി. രാധ സുമംഗലിയായി. ഇനിയെങ്കിലും മതി വരുവോളം ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിനക്ക്? ധ്വനിപ്രസാദം